എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളായിരുന്നു സ്ക്രീനിൽ കാണുന്നത്. ഇന്ന് ബഡ്ജറ്റ് ഡേ ആയതുകൊണ്ട് ഹെവി മൂവ്മെൻറ്റ് മാർക്കറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്രയ്ക്കൊരു ഒരു ബഡ്ജറ്റ് ഡേയിൽ വരുന്ന പോലുള്ളൊരു മൂവ്മെൻറ്റ് ഇന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഇൻ്ററിം ബഡ്ജറ്റ് ആയതുകൊണ്ടായിരിക്കാം. അതുതന്നെയല്ല, വലിയ പുതിയ എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊന്നും അതിൽ വന്നില്ല. പഴയതുപോലെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു ബഡ്ജറ്റ് ഡേ കിട്ടുന്ന മൂവ്മെൻറ്റ് ഇന്ന് മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. നമ്മൾ ഈ എടുത്തിരുന്ന ഷെയറിനകത്ത് 2 ഷെയർ മാർക്ക് ചെയ്തേക്കുന്ന ഷെയറുകൾ ആവറേജ് വന്നിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ പറ്റിയ ഷെയറുകളായിരുന്നു. അതിൽ TCI എന്ന് പറയുന്ന ഷെയർ ആവറേജ് അല്ല, R1 മുകളിൽ പോയിട്ടിറങ്ങി. അപ്പോൾ നമുക്ക് R1 താഴെ വരുന്ന സമയത്ത് എൻട്രി എടുത്താൽ മതി. രണ്ടാമത്തെ ഗോഡ്ഫ്രൈ ഫിലിപ്പ് ആവറേജിന് താഴെ പോയപ്പോൾ നമുക്ക് ആവറേജിന് മുകളിൽ വന്നിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ആവറേജിന് താഴെ നമുക്ക് ഗോഡ്ഫ്രൈ ഫിലിപ്പിൽ ചാൻസ് എടുക്കാമായിരുന്നു. അതുകൂടാതെ 10 ഷെയർ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷെയർ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ പോളിസി ബസാർ എന്ന് പറയുന്ന ഷെയർ. ഇത് PB ഫിൻടെക് പോളിസി ബസാറാണ് ഈ ഷെയർ. അത് ഓപ്പണിങ്ങിൽ R1 കണ്ടില്ലേ, R1 പ്രീവിയസ് ഡേ ഹൈ. ഇത് രണ്ടും അടുത്തടുത്ത് വരുന്ന സാഹചര്യങ്ങളിൽ ഇത് രണ്ടും അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലുള്ള ഷെയറുകൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഷെയറുകൾ ഇതിനകത്ത് കണ്ടിട്ട് ഇത് അടിച്ച് നമുക്കിവിടെ എൻട്രി എടുക്കാം. 1048 എടുക്കാം, 1045, 44 എടുക്കാം. ഇവിടെ 44 എടുത്താൽ പോലും നമുക്ക് 983 വരെ വന്നു. ഏകദേശം 60 രൂപയ്ക്ക് എടുത്താന്ന് തോന്നുന്നു പ്രോഫിറ്റ്. അത് കയറിയിട്ടില്ല, ആ റേഞ്ചിൽ തന്നെ കിടന്ന് ട്രേഡിങ് ആയിരുന്നു. അതിനുശേഷം ARIES എന്ന് പറയുന്ന ഷെയർ, ഐസ് ആഗ്രോ, അത് ഓപ്പണിങ്ങിൽ ഹൈയിൽ ഓപ്പണായി നമുക്ക് ഈ ലെവലിൽ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം എൻട്രി എടുക്കാം. 306 റേഞ്ചിലെടുത്താൽ നമുക്ക് 298 വരെ വരുന്നുണ്ട്. 7 രൂപ തരുന്നുണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിച്ചു. അതിനുശേഷം വീണ്ടും ഇവിടെ ഇറങ്ങി. ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ അത് 301 വരെ 4 രൂപ തരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് കയറി വന്നതാണ്. അപ്പം ഇതിവിടെ ആൾക്കാർ ബുക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇത് വന്നിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് അടിച്ചാലും വീണ്ടും നമുക്ക് താഴെ ഇവിടെ ഒരു 4 രൂപ സ്റ്റോപ്പ് ലോസ് പോകും. ഇവിടെ ഒരു 7 രൂപ പ്രോഫിറ്റ്, ഇവിടെ ഒരു 4 രൂപ സ്റ്റോപ്പ് ലോസ്. അതിനുശേഷം വീണ്ടും ഇവിടെ താഴോട്ടാണ് പോയത്. അപ്പം ഇവിടെ വീണ്ടും ഒരു 305 എന്നെടുത്താൽ നമുക്ക് 200 വീണ്ടും ഒരു 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ആ റേഞ്ച് മുട്ടി. അതിനുശേഷം തിരിച്ച് വീണ്ടും ഇറങ്ങിപ്പോയി. വീണ്ടും ഒരു 13 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ്. ഒരു പ്രാവശ്യം മാത്രം നമുക്ക് ഇത് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട് 4 രൂപ. പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം 7, ഒരു പ്രാവശ്യം 11, ഒരു പ്രാവശ്യം 13, ഇത്രയും രൂപ നമുക്ക് പ്രോഫിറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ട്രേഡിങ് ലോസ് വന്നാലും നമ്മൾ ധൈര്യത്തോടെ ഇരിക്കുക. നമ്മൾ അഥവാ അടുത്ത ലെവലിൽ പോയിട്ട് ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങണം. അതല്ല എങ്കിൽ ഈ ലെവലിന് താഴോട്ട് വീണ്ടും പോകണം. എങ്ങനെ പോയാലും നമ്മൾ ചാൻസ് എടുക്കുക, അത്രയേ ഉള്ളൂ അതിനകത്ത്. എനിക്ക് ആദ്യത്തെ ഇതിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ലോസ് പോയി. പക്ഷേങ്കിൽ ഞാൻ ഏകദേശം 2000 രൂപ സ്റ്റോപ്പ് ലോസ് ആയിടത്തുനിന്ന് ഞാനത് കവർ ചെയ്ത് 4700 പ്രോഫിറ്റേക്ക് കൊണ്ടുവന്ന ഷെയർ ഈ എൻട്രിയിൽ പ്രോഫിറ്റേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം കോട്സ് കേബിൾ എന്ന് പറയുന്ന ഷെയർ, കോട്സ് കേബിൾ ഓപ്പണിങ്ങിൽ ഹൈ അടിച്ചു. തിരിച്ച് ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ വെച്ച് എൻട്രി എടുത്തിട്ട് നമ്മൾ ഇവിടെ എത്ര 142 എൻട്രി എടുത്തിട്ട് നമ്മൾ 146 സ്റ്റോപ്പ് ലോസ് ഇടും. പക്ഷേ ഏകദേശം 145 വരെ വന്നു. പക്ഷേ നമ്മൾ ഇതിന് മുകളിൽ പോയിട്ടില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഹൈയുടെ മുകളിലായിരിക്കും. തിരിച്ചിറങ്ങി നമ്മളെടുത്ത 42 റേഞ്ച് ആണെങ്കിൽ 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം TCI എന്ന് പറയുന്ന ഷെയർ,
DCA നമ്മൾ ആവറേജ് 968 ആവറേജ് ഈ റേഞ്ചിൽ നമുക്ക് എൻട്രി എടുക്കാനായിരുന്നു. പക്ഷേ അത് ഓപ്പണിങ് ഭയങ്കര ഹൈയിലാണ് ഓപ്പണായത്. ഇവിടെ ഏകദേശം 12% ഓപ്പൺ ഹൈയിൽ. പക്ഷേ നമ്മളിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കറിയത്തില്ല ഇത് പിന്നെയും മുകളിലോട്ട് പോകുമ്പോൾ. നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഇത് താഴത്തെ ലെവൽ കട്ട് ചെയ്യുന്നുണ്ടോ നോക്കണം, അതല്ലെങ്കിൽ മുകളിലത്തെ ലെവൽ കട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ടോ നോക്കണം. ഇത് താഴെ ലെവൽ കട്ട് ചെയ്ത് നമ്മൾ ഈ 1018 എടുത്താൽ നമ്മുടെ മനസ്സിൽ ഇത് തന്നെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ്, ഇത്രയും ഹൈയിൽ സ്റ്റോപ്പ് ലോസ് നോർമലുള്ളപ്പോൾ പേടിയുള്ളവർ ചെയ്യാതിരിക്കുക, അല്ലാത്തവർ എൻട്രി എടുക്കുക. ഇവിടെ എൻട്രി എടുത്താൽ കണ്ടില്ല, 1016 എൻട്രി എടുത്തായിരുന്നെങ്കിൽ 978 ഏകദേശം 40-45 രൂപ പ്രോഫിറ്റ്. പിന്നെ വീണ്ടും അതൊന്ന് R1 ടച്ച് ചെയ്യുന്നുണ്ട്. അവിടെ വീണ്ടും ഒരു എൻട്രി എടുത്താൽ 950, വീണ്ടും ഒരു 70 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇവിടെ കൊടുക്കും. 2 പ്രാവശ്യം നല്ല സൂപ്പർ പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം VTL എന്ന് പറയുന്നത് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ഓപ്പണിങ്ങിൽ ഒരു ഹൈ അടിച്ചു. ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കും. 429 എടുത്താൽ 425 സംതിങ്, 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വീണ്ടും. പക്ഷേ അതിന് മുകളിൽ പോകുന്നുണ്ട്, വീണ്ടും ഇറങ്ങുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഇറങ്ങും. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് പോകുന്നില്ല, നമ്മൾ എൻട്രി ചെയ്യുന്നതിൻ്റെ മുകളിൽ ട്രേഡ് പോകുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇട്ട് വെയിറ്റ് ചെയ്യും. ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് വീണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 429 സംതിങ് ആണ്, 421. വീണ്ടും അത് പോയി പ്രീവിയസ് ഹൈയുടെ മുകളിൽ പോയി ജസ്റ്റ് അടിക്കും, വീണ്ടും ഇറങ്ങും. വീണ്ടും അവിടെ നിന്ന് 429 എന്ന് 420, 2-3 പ്രാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ദോഡ എന്ന് പറയുന്ന വിഷയം. ഈ ഷെയർ ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് ഒന്ന് താഴോട്ട് പോയി ഒറ്റ ക്യാൻഡിലിൽ അത് പോയ പോക്ക് കണ്ടോ, നേരെ പോയി അടിക്കും. ഞാൻ ഈ മൂവ്മെൻറ്റ് ഞാൻ കണ്ടു, പക്ഷേ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. നോക്കിയിരുന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ റേഞ്ചെല്ലാം കണ്ടു. നമുക്ക് എൻട്രി എടുക്കുന്നവർക്ക് ഇവിടെ എൻട്രി എടുത്ത് ഇവിടെ 1060 എൻട്രി എടുത്തായിരുന്നെങ്കിൽ അടുത്ത 5 മിനിറ്റിക്ക് തന്നെ 1012, അത് 48-50 രൂപയ്ക്ക് എടുത്ത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 986, ഏകദേശം 80-90 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. എൻ്റെ മൂവ്മെൻറ്റ് നല്ല 1.5 മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം KSCL എന്ന് പറയുന്നൊരു ഷെയർ, കാവേരി സീഡ് ഓപ്പണിങ്ങിൽ ഇവിടം വരെ പോയി ഹൈ, എന്നിട്ട് R2 മുകളിലാണിത്. ഇത് R1 R2. അത് ഇവിടെ താഴോട്ട് ഇറങ്ങുന്ന സമയം 751. ഇതിനകത്തൊക്കെ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുത്തായിരുന്നെങ്കിൽ 751 എടുത്താൽ 726, ഏകദേശം 26 രൂപ പ്രോഫിറ്റ്. വീണ്ടും അത് കറക്റ്റ് അറേഞ്ച് വരുന്നുണ്ട്. വീണ്ടും ഇറങ്ങി കണ്ടവൻ ഇറങ്ങിപ്പോയി നോക്കി 704, ഇവിടുന്ന് 750, 745 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. ഇവിടെ 26 രൂപ സൂപ്പർ പ്രോഫിറ്റ്. പേടിച്ചിരുന്ന ഇപ്പം ഈ ഒരു നല്ല മൂവ്മെൻറ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു പ്രോഫിറ്റ് ഒക്കെ തിരിച്ചിവിടെ കയറി വന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ പേടിച്ചിരിക്കരുത്, അവിടെ എൻട്രി എടുത്തേക്കണം. കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്തോ ഇതിൻ്റെ മുകളിൽ പോകണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറും. 65 മുകളിലോട്ട് പോയാൽ കട്ട് ചെയ്ത് മാറും, അത്രയേ ഉള്ളൂ. പിന്നീട് നമുക്ക് ചാൻസ് വന്നത് ഗോഡ്ഫ്രേ ഫിലിപ്പ്. അത് ആവറേജ് ആയിരുന്നു. ആവറേജിന് പിന്നെ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഗോഡ്ഫ്രേയുടെ ആവറേജ് എന്ന് പറയുന്നത് 2533 ആയിരുന്നു. 2533 ഇത് കണ്ടില്ലേ, 2000 ഇവിടെ വരെ വന്നു 2586 വരെ. നമ്മൾ 2533 ഈ റേഞ്ചിൽ പോകുന്ന സമയത്ത് എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്താൽ നമുക്ക് 2440 റേഞ്ച്, ഏകദേശം 90 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. പിന്നെ അത് ആ റേഞ്ചിൽ തന്നെ കിടന്ന് ട്രേഡ് എടുത്തതേ ഉള്ളൂ. പിന്നീട് ടൈഡ് വാട്ടറെ, ജ്യോതി CNC ഒക്കെ നല്ല പ്രോഫിറ്റ് വന്നിട്ട് തിരിച്ച് കയറിപ്പോയി. കാണിച്ചു തരാം. ഓപ്പണിങ്ങിൽ താഴേന്ന് നേരെ കയറി R1 R2 അടിച്ചു. ഇവിടെ ഒരു എൻട്രി 614 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 573, 575, നമുക്ക് ഒരു 30-40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിച്ചു. പിന്നെ അത് സപ്പോർട്ട് എടുത്ത് തന്നെ ഇന്ന് ലാസ്റ്റ് വീണ്ടും 2 പ്രാവശ്യം ഇവിടെ എൻട്രി എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒറ്റ എൻട്രി നമുക്ക് നല്ല പ്രോഫിറ്റ് വരും. ഇത് മാർക്കറ്റ് ക്ലോസിങ് ടൈം ആകുമ്പോൾ നമ്മൾ സാധനം എടുക്കാറില്ല.
അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ദിവസത്തെ നമുക്ക് ചാൻസ് വന്ന ഷെയറുകൾ. ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. ഇത്രയും ഷെയറുകളാണ് നാളെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഇതിൽ 18 ഷെയറുണ്ട്. ഈ 18 ഷെയർ ആവറേജ് ചെയ്യുന്ന ചാൻസ് ഉള്ള ഷെയറുകളൊന്നുമില്ല. നമുക്കൊന്നുകിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുകയോ അതല്ല നമുക്ക് R1 R2 വന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു R1 ഇപ്പോൾ ഒരു 5% മുകളിലാണ്, 3 to 5% റേഞ്ചിലാണെങ്കിൽ നമുക്കൊരു ചാൻസ് തരും, എന്തായാലും അതൊരു പ്രോഫിറ്റ് തരും. അടുത്താണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 3 to 5% ആണെങ്കിൽ എന്തായാലും നമുക്കൊരു 1-2% പ്രോഫിറ്റ് തരും. R1 അതല്ല R2 5% റേഞ്ചില്ലെങ്കിൽ R2 എടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഇന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ശ്രദ്ധിച്ചാൽ നിഫ്റ്റി ഏകദേശം മൈനസും ബാങ്ക് നിഫ്റ്റി പ്ലസിലുമാണ്. അപ്പോൾ നാളെ വിൽക്കാറ് ഈ ബാങ്ക് നിഫ്റ്റി താഴെ പോകാനാണ് ചാൻസ് കൂടുതൽ. എൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കാം നമുക്ക്. ചിലപ്പം ഇന്നത്തെ ഹൈ കണ്ടില്ലേ 46,306 ഈ റേഞ്ചോ അത് R1 വന്നിട്ടായിരിക്കാം ചിലപ്പോൾ പോകുന്നത്. എന്തായാലും നാളെ എനിക്ക് തോന്നുന്നു മൈനസിൽ പോകുന്നത് തന്നെയാണ് തോന്നുന്നത്. മാർക്കറ്റും മൈനസിൽ ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർ അന്നേരത്തെ മൂവ്മെൻറ്റിനനുസരിച്ച് ട്രേഡ് എടുക്കുക. പിന്നെ നമ്മുടെ മനസ്സിൽ ഇതിരിക്കും ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പറയുന്ന രീതിയിലുള്ള വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.